പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവമായ കർത്താവാണ് അവസരം തന്നിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. ഇന്ന് ആരെങ്കിലുമൊക്കെ കൂട്ടാണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഫോൺ ചെയ്തെല്ലാം ഒരുമിച്ച് കൊടുക്കുക. എല്ലാവരെയും, കുട്ടികളെയും യുവതീവാക്കന്മാരെയും എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുകയാണ്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും ഞെരുക്കങ്ങളിൽ ദൈവം കരുണ ചൊരിഞ്ഞ് അവരെ സഹായിക്കുന്നത് ഇവിടെ അനേക വർഷങ്ങളായി ആളുകൾ വന്ന് പറയുന്ന അനുഭവങ്ങളാണ്. അതിനിവിടെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ, സഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു സഹോദരൻ വന്നൊരു അനുഭവം പറഞ്ഞു. സാധാരണക്കാരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ പോലും ദൈവം അഭിഷേകാഗ്നിയുടെ സമയത്ത് അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ കണ്ണുനീരൊപ്പം, അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്നു, അവർക്ക് മാറ്റാൻ പറ്റാത്ത തടസ്സങ്ങൾ അവർക്ക് മാറ്റിക്കൊടുക്കുന്നു. ചങ്ങനാശ്ശേരി എന്നുള്ളൊരു ചേട്ടൻ്റെ അനുഭവം ഇപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസ് കുട്ടി. ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളി ചെറുപുഷ്പം ദേവാലയം നിന്ന് വരുന്നയാളാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 2 സ്ഥലം കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ വിലയ്ക്ക് മേടിച്ചതാണ്. ബാങ്കിൽ നിന്നുള്ള ലോണുമായി ഭയങ്കര കടമായി 45 ലക്ഷം രൂപ കടബാധ്യതയായി. എൻ്റെ ചെവിയുടെ പുറകിൽ ഒരു ചെറിയ വെള്ളക്കാവട്ടം ഒരു മുഴ 3-5-6 വർഷത്തിന് മുമ്പ് വന്നു. അത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഗ്ലാൻഡ് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി കൃഷിപ്പണിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെയിലത്ത് കപ്പയൊക്കെ പറിച്ച് അത് ഇൻഫെക്ഷനായി. സാമ്പത്തികമായ പ്രശ്നവും ഇതുമെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ആകെ ഭയമായി. ഇവിടെ വന്ന് ധ്യാനം കൂടാൻ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിന് പോലും എൻ്റെ കയ്യിൽ വരാൻ പൈസയില്ല. അപ്പോൾ അച്ഛൻ്റെ അഭിഷേകാഗ്നി ടി വിയിലൂടെ 8:30 അതിലൂടെ രോഗശാന്തി കിട്ടുന്നതായിട്ട് കണ്ടു. ഞാനും പ്രാർത്ഥിച്ചു. 7 ആഴ്ചക്കകം എൻ്റെ ഈ വിറ്റ് പോകാത്ത 2 സ്ഥലവും വിറ്റ് എൻ്റെ കടബാധ്യത തീർന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് പേടിയായതുകൊണ്ട് അവിടെ നിന്ന് ഇത് എടുത്തു മാറ്റിയാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് പറഞ്ഞു. വലിയ 2 വേദനകൾ. ഒന്ന്, സ്ഥലം വിൽക്കാൻ നോക്കി എന്ത് ചെയ്താൽ സ്ഥല വിൽപ്പന നടക്കുന്നില്ല, ബുദ്ധിമുട്ട്. 2, ഈ കഴുത്തിൻ്റെ പുറകിൽ ചെവിയുടെ പുറകിലായിട്ടൊരു മുഴ. ഇത് ഭയങ്കരമായിട്ട് ഇത് പിന്നീടൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇത് വേണമെങ്കിൽ ക്യാൻസറായിട്ട് അങ്ങനെ വളർന്ന് വലിയ പ്രശ്നമാകാം. ആകുലത, ടെൻഷൻ, ഉത്കണ്ഠ, ഭയം, ഇതെല്ലാം അലട്ടിയിരിക്കുക. അപ്പോൾ ഇത് അഭിഷേകാഗ്നി ടെലിവിഷനിലൂടെ നടക്കുന്ന സമയത്ത് ധാരാളം അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഇടപെടുന്നത് ഈ സഹോദരനൊരു അനുഭവമാണ്. ആ സഹോദരൻ വീട്ടിൽ ഇരുന്ന്, കർത്താവേ എനിക്ക് ഈ 2 കാര്യവും ഭയങ്കര ക്രിട്ടിക്കലാണ്, വേണം, ഈ സ്ഥലവിൽപ്പന നടന്നില്ലെങ്കിൽ തവിട് പൊടിയായി പോകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ ഈ രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ്. ഇത് 2 എനിക്ക് അത്ഭുതകരമായി മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യത്തെ 2ാമത്തെ ആഴ്ചയായപ്പോൾ എൻ്റെ ആദ്യത്തെ സ്ഥലം വിറ്റു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു പ്രകടമായ ഇടപെടൽ കർത്താവ് ഈ സഹോദരന് അനുഭവപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ സ്ഥലം വർഷങ്ങളായിട്ട് വീട് സ്ഥലം വിൽക്കത്തില്ല. കാരണം വെള്ളം കലക്കവെള്ളം പോലാണ്. ഞാനിത് ആദ്യത്തെ ദിവസത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം സ്ഥലത്ത് ചെന്നപ്പോൾ ആ വെള്ളം നല്ല വെള്ളം പോലെ കണ്ണുനീർത്തുള്ളി പോലെ കിടക്കുന്നു. അങ്ങനെ ശരിക്കും കലങ്ങി മറിഞ്ഞ് കിടന്ന വെള്ളമുള്ളതാണ് സ്ഥലം കച്ചവടം ചെയ്തിരുന്നത്. അഭിഷേകത്തിന് കണ്ട് കരഞ്ഞ് ഞായറാഴ്ച പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ചെന്ന് നോക്കുമ്പോൾ ആ വെള്ളം നല്ല കണ്ണുനീർത്തുള്ളി പോലെ തെളിഞ്ഞ ഒരു വെള്ളമുള്ള പ്രദേശമായിട്ട് അത് മാറി. 4ാമത്തെ ആഴ്ചയിൽ 2ാമത്തെ സ്ഥലവും വിറ്റു. അപ്പം ഇദ്ദേഹം അഭിഷേകത്തിന് കാണുമ്പോൾ ഈ നിയോഗം വെച്ച് ഒരു ദിവസം കാണുകയല്ല, ഇത് കർത്താവേ എൻ്റെ ജീവിതം ഇടപെടണമെന്ന് പറഞ്ഞ് എല്ലാ ഞായറാഴ്ച അഭിഷേകം നേരെ കാണാൻ തുടങ്ങി. അപ്പം 4 ആഴ്ച പറഞ്ഞ സ്ഥലമെല്ലാം വിറ്റു. 7ാമത്തെ ആഴ്ചയിൽ ഇത് കഴിഞ്ഞ് ഞാൻ
ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ ഇത് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാത്താൻ ഒരു പിടിമുറുക്കി. അതൊക്കെ സമയമായപ്പോൾ നിയോഗം പോലെ സ്ഥലമൊക്കെ ആ സമയമായപ്പം വിറ്റുപോയതാണ്. അപ്പോൾ ഞാനും വിശ്വാസം അതേ ദൈവമൊന്നും അല്ല, ഇത് സമയം തന്നെ വിറ്റുപോയതാണ്. അതാണ് സാത്താൻ്റെ കൗശലം. അന്ന് രാത്രി എൻ്റെ ഇവിടെ ഭയങ്കര തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ഓർത്ത് വല്ലതും വീണതായിരിക്കും കടിച്ച് രാത്രി ചാടി എഴുന്നിട്ട് 12 മണിയായപ്പോൾ അതെല്ലാം അടിച്ച് നോക്കിയപ്പോഴത്തേന് നോക്കുമ്പോൾ ഇവിടെ ഈ മുഴയില്ല. സൗഖ്യം. അതുപോലെ തന്നെ ഞാൻ വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 121 സങ്കീർത്തനമാണ്. എനിക്ക് വിദ്യാഭ്യാസ കുറവാണ്, മലയാളം ഞാൻ വായിക്കത്തില്ല. പക്ഷേ ആ വചനം എൻ്റെ ഹൃദയത്തിൽ അന്ന് സ്പർശിച്ചു. ആ വചനം എനിക്ക് കാണാതെ അറിയാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിനക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ, നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല കഷ്ടതകളിൽ നിന്നും കർത്താവ് നിന്നെ വിടുവിക്കും. നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും. നിന്റെ എല്ലാ വ്യാപാരങ്ങളെയും എന്നും എന്നേക്കും കാത്തുകൊള്ളും. 121 സങ്കീർത്തനം മുഴുവനാണ് ഈ പറഞ്ഞത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സഹോദരന്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ജോസുകുട്ടി. ജോസുകുട്ടി, ചങ്ങനാശ്ശേരി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധിക വലിയ വിദ്യാഭ്യാസമോ വലിയ കാണാതെ പഠിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തൊരു ചേട്ടനാണ്. ബൈബിൾ വായിക്കാൻ അറിയില്ല, അത് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ വിധത്തിലൊക്കെ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പക്ഷേ ആ വചനം കർത്താവ് കണ്ണ് തുറന്നപ്പോൾ ആ വചനം കർത്താവ് കാണിച്ചു കൊടുത്തു. അവിടുന്ന് എങ്ങനെയൊക്കെ അത് പഠിച്ച് ഭാര്യനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ടാവും. വായിപ്പിച്ച് അത് പഠിച്ച് ഇന്ന് വെള്ളം പോലെ വചനം അത്തരത്തിൽ നിന്ന് വരികയാണ്. എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കർത്താവ് ഇരുട്ടിൻ്റെ തടവറയിൽ നിന്ന് ദൈവിക വിടുതലിൻ്റെ ആഹ്ലാദത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. വിലാപത്തിന് പകരം സ്തുതിപ്പിൻ്റെ മേലങ്കി അവിടുന്ന് നിങ്ങൾക്ക് തരും. എഴുന്നേരുന്നേ, നന്നായിട്ട് പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. ദൈവത്തിന് ശക്തി വന്ന് ആവസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ തത്വം കൊണ്ടോ ആദർശം കൊണ്ടോ വലിയ തരത്തിലുള്ള മാനുഷികമായ വലിയ തരത്തിലുള്ള തത്വസംഹിത കൊണ്ടോ അല്ല ജീവിതം അനുഗ്രഹം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാവും, അന്ധകാരങ്ങളിൽ നിന്ന് വിടുതലുണ്ടാവും, ദുർസ്വഭാവങ്ങൾ മാറും, നിരാശകൾ വിട്ടുപോകും, കലഹങ്ങൾ മാറും, സമാധാനം ഉണ്ടാകും. വലിയ തരത്തിലുള്ള ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി കൺമുമ്പിൽ പ്രകടമാകുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെല്ലാവരും ഒരുമിച്ച് വരിക. കുട്ടികളെ, നിങ്ങളുടെ ഈ അഭിഷേകാഗ്നിയുടെ പ്രത്യേക നിങ്ങളുടെ സ്നേഹ വാചനങ്ങളാണ് കുട്ടികൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫ്രണ്ടിൽ വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിനുശേഷം ഉച്ചത്തിൽ സ്തുതിക്കണം. പരിശുദ്ധാത്മാവേ അവിടുന്ന് വേഗം വരണമേ. പ്രാർത്ഥിക്കുകയാണ്, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഓ മൈറ്റി അനോയിന്റിംഗ്, ഓ മൈറ്റി അനോയിന്റിംഗ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വേഗത്തിൽ സ്തുതിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ച് എന്റെ പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ റൂഹ ദാഹിച്ച് എല്ലാവരും ചേർന്ന് ശക്തിയോടെ ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ, പൈശാചിക വിട്ടുപോട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാ മരവിപ്പും അത് നീങ്ങിപ്പോകട്ടെ, ദുഷ്ടാരിയുടെ ഉപദ്രവം നീങ്ങിപ്പോകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കരങ്ങൾ ഉയർത്തി റൂഹ, റൂഹ,
കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് ശക്തി ഇറങ്ങട്ടെ. എല്ലാ ജീവിതങ്ങളിൽ നിന്നും പിശാചിന്റെ കോട്ടക്കൊത്തലങ്ങൾ തകരട്ടെ. പിശാച് ഉയർത്തിയിരിക്കുന്ന എല്ലാ കോട്ടക്കൊത്തലങ്ങൾ തകരട്ടെ. ജെറിക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ തകർന്നടിയട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവർക്കും അഭിവാദനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കുഞ്ഞു മക്കളെ പ്രത്യേകം അച്ഛൻ ആത്മന കാണുന്നുണ്ട്. എൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 18-19 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവർ 18-19 വാക്യങ്ങളിലാണ് കാണുന്നത്. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വരാൻ പറ്റാതെ അവരുടെ ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 78-ാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് പാർട്ട്, അവിടുത്തെ ഒരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് ആനയിക്കുവാൻ സാധ്യമല്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും ഒരു കുമ്പസാരക്കാരനോ ഒരു ഉപദേശകനോ ഒരു സ്നേഹിതനോ ഒരാൾക്കും ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുകയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാനിയേൽ പ്രവചനത്തിലെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു വലിയ ചക്രവർത്തിയെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 36 വരെയുള്ള തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 4 വേഴ്സസ് 29 to 36. അവിടെ നെബൂഖദ്നേസർ വലിയൊരു ചക്രവർത്തിയായിട്ട് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുന്നുവെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി.
അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകവൻ്റെ തുവൽ പോലെയും വളരുന്നത് വരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ഇത് ആദ്യത്തെ ഭാഗം, അവിടെ നിർത്താം. അതിനുശേഷം പിന്നെ നമ്മൾ തുടർന്ന് വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം, അവൻ അടിക്കടി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, അവന് നല്ല നല്ല ബുദ്ധി, നല്ല നല്ല തീരുമാനങ്ങൾ, നല്ല നല്ല ചിന്തകൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല തീഷ്ണത, നല്ല ഉന്മേഷം, നല്ല പ്രസരിപ്പ്, അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പ്രീതികരമായി ചരിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അവൻ എല്ലാ സ്ഥലത്തും അവൻ പോയിടത്തെല്ലാം വിജയമുണ്ടായി, അനുഗ്രഹമുണ്ടായി. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നെ അവൻ്റെ ഹൃദയത്തിൽ അവൻ തന്നെയായി ദൈവം. ദൈവം എന്ന സ്ഥാനം പോയിട്ട് അവൻ തന്നെയായി ദൈവം. അവനാണ് തീരുമാനിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കും, അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യും, അവൻ ആഗ്രഹിക്കുന്നത് നടപ്പാക്കും. ഒരാളെ കൂസാതെയായി. എല്ലാം ഇതെങ്ങനെ ഉണ്ടായി? ആ ചേട്ടൻ പറഞ്ഞില്ലേ, അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട് ദൈവം എന്ത് ചെയ്തു? 2 ആഴ്ച അഭിഷേകത്തിന് കൂടിയപ്പോൾ ആദ്യത്തെ സ്ഥലം വിറ്റു. പിന്നെ 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും 2ാമത്തെ സ്ഥലവും വിറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പിശാചിൻ്റെ സ്വരം എന്താണ്? ഇതൊക്കെ നിയോഗം പോലെ നടന്നതാണ്, വിധി പോലെ വന്നതാണ്, ഇതൊക്കെ സമയമായപ്പോൾ നടന്നു, അല്ലാതെ ദൈവം ഉണ്ടോ? എന്നാ ദൈവം എന്നതാ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത തുടങ്ങി. ദൈവത്തിന് എന്തിനതൊക്കെ? ദൈവം ചെയ്തതൊന്നുമല്ല, തന്നെ സംഭവിച്ചതാണ്. ഇത് എല്ലാ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന ഒരു പൈശാചിക പീഡയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ തോന്നും, ഇതിനൊക്കെ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? എല്ലാത്തിനും ദൈവം, ഈ പ്രാർത്ഥന, ഇതൊക്കെ എന്ത്? ഇത് അന്ധവിശ്വാസം. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ദൈവത്തെ വിളിക്കുക. പേടിത്തൊണ്ടന്മാരാണ് അതൊക്കെ ചെയ്യണത്. ശരിക്കും നമുക്ക് എന്തിനാ ദൈവം? നമുക്ക് നല്ല ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്, കളിച്ച് വ്യായാമമൊക്കെ ചെയ്ത് പിന്നെ നല്ല കഠിനാധ്വാനമൊക്കെ ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്ഥാനം അങ്ങ് എടുത്തു മാറ്റും. എന്നിട്ട് അവിടെ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കും. നമ്മൾ തന്നെയാവും പിന്നെ നമ്മുടെ ദൈവം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കും. നമ്മൾ വേണമെന്ന് വെച്ചാൽ വേണം, നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. നമുക്ക് വേറെ മാനദണ്ഡമില്ല. നമ്മൾ തന്നെ നമ്മുടെ ദൈവം. പ്രാർത്ഥിക്കാൻ തോന്നിയാൽ പ്രാർത്ഥിക്കും, തോന്നിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുകയല്ല. വെളുപ്പിന് എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തോന്നിയാൽ പള്ളി പോകും, പള്ളിയിൽ പോകാൻ തോന്നിയില്ലെങ്കിൽ പള്ളി പോകുകയല്ല. ഒരു കാര്യം നടന്നാൽ നടന്നു, അത് ദൈവത്തിൻ്റെ കാര്യമൊന്നുമില്ല, അതൊക്കെ തന്നെ നടന്നു, അത്രയേ ഉള്ളൂ. ദൈവത്തിന് നന്ദി പറയുമൊന്നുമില്ല. ദൈവത്തെ സ്തുതിക്കുക, അതെന്തിനാ സ്തുതിക്കണമെന്ന് ആവശ്യമില്ല. ഇവിടെ അതിന് നേരെയില്ല. എനിക്ക് ബോധ്യം വന്നില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുകയില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ അംഗീകരിക്കുകയുള്ളൂ. എനിക്ക് വിശുദ്ധ കുർബാന മനസ്സിലാകുന്നില്ല, ഞാൻ അംഗീകരിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു മഹാ അപകടത്തിൽ നമ്മൾ എത്തിച്ചേരും. ഇത് ചെറുപ്രായത്തിൽ സംഭവിക്കുന്ന അപകടമല്ല. കുറച്ച് വളർന്ന്, കുറച്ച് വിജയം കിട്ടി, കാര്യങ്ങൾ കുറച്ച് നടന്നു, കുറച്ച് ജോലി കിട്ടി, കുറച്ച് പണം ഉണ്ടായി, കുറച്ച് ആരോഗ്യമൊക്കെ വെച്ച്, കുറച്ച് മഞ്ഞയൊക്കെ, കുറച്ച് കണ്ണൊക്കെ തെളിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ എത്തി കഴിയുമ്പോൾ പിന്നെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്ഥാനം എടുത്തു കളഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും. അങ്ങനെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോൾ വരാവുന്നൊരു വലിയ ദുരന്തം മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ ബുദ്ധി ലഭിക്കും. നമുക്ക് ബുദ്ധി കെട്ടുപോകും. എൻ്റെ ചെറുപ്പകാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി കെട്ടുപോയി, ആ ചേട്ടൻ്റെ ബുദ്ധി കെട്ടുപോയിരിക്കുകയാണ്. എന്താണെന്നറിയാൻ പാടില്ല, കുറച്ച് കാലം ചേട്ടൻ്റെ ബുദ്ധി ഞാൻ പറയാണ്, ബുദ്ധി കെട്ടുപോയ, ബുദ്ധി മറിഞ്ഞു പോയെന്ന് ചിലർ പറഞ്ഞു കേൾക്കാം. ചിലർ ബുദ്ധി കെട്ടുപോയെന്ന്. ഞാൻ പറഞ്ഞു, തീ കെട്ടുന്ന പോലെ ബുദ്ധി കെട്ടുപോകോ? അന്ന് ചെറു പ്രായത്തൊന്നും മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷേ വചനത്തിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ ബുദ്ധി നമുക്കുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നെബൂഖദ്നേസർ രാജാവ് അഹങ്കാര തിമിർപ്പിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിച്ച് പറയുകയാണ്. അതാണ് ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൽ 29, 30, 31 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു,
എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി എനിക്ക് രാജമന്ദിരം ഉണ്ടാക്കി. ഇത് ദൈവം തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. രാജമന്ദിരമായി തന്നെ അങ്ങോട്ട് ഉണ്ടായെന്നാണ് വിചാരിക്കണത്. രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായി ബാബിലോൺ. ഇങ്ങനെയുള്ള ദൈവത്തെ മാറ്റി തന്നെ പ്രതിഷ്ഠിച്ച ആ വാക്കുകൾ പുറപ്പെട്ട അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്നൊരു വചനം വന്നു വീണു. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പേ വായിച്ചു കേട്ടതാണ്. എന്ത്? നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. അത് മനുഷ്യരുടെ ഇടയിൽ ഞാൻ ചിന്തിച്ചു, മനുഷ്യരുടെ നിന്ന് ഓടിക്കപ്പെടുക, കാളയെ പോലെ പുല്ല് തിന്നുക, ആകാശത്തിന് മഞ്ഞുകൊണ്ട് നനയുക, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് 34-ാമത്തെ വാക്യം ഞാൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കി. 34-ാമത്തെ വാക്യം അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് തകർന്നടിഞ്ഞ് തരിപ്പണമായി. അപ്പോൾ ദൈവത്തെ വിളിച്ചു, ദൈവത്തിനെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. തുടർന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തുടർന്ന് പറഞ്ഞത്, എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതുവരെ അദ്ദേഹത്തിന് ബുദ്ധി കെട്ടവനായിരുന്നു, ബുദ്ധി നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ അന്ധകാരത്തിലായിരുന്നു, അവന് കാഴ്ചയില്ലായിരുന്നു, ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ നടത്തിപ്പ് അറിയാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെതായ കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. സാധാരണക്കാരെ പോലെ നല്ല സ്വഭാവം ഇല്ലാതെയായി, അവൻ്റെ ബുദ്ധി കെട്ടുപോയി. അത് ജീവിതത്തിൻ്റെ നിശ്ചിത ഘട്ടം വരുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധി കെട്ടുപോകും. നെബൂഖദ്നേസർ അഹങ്കാരം പറഞ്ഞപ്പോൾ ബുദ്ധി കെട്ടുപോയി. ചിലർക്ക് ചില വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ബുദ്ധി കെട്ടുപോകും. ചിലർക്ക് ചില കൂട്ടുകെട്ടുണ്ടായ അന്ന് തൊട്ട് ബുദ്ധി കെട്ടുപോകും. ചിലർക്ക് ചില പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ തൊട്ട് ബുദ്ധി കെട്ടുപോകും. ചിലർക്ക് ചില അധികാരം കിട്ടുന്ന അന്ന് തൊട്ട് ബുദ്ധി കെട്ടുപോകും. ചിലർ ചില സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ ബുദ്ധി കെട്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബുദ്ധി കെട്ടവനായി നെബൂഖദ്നേസർ മൃഗത്തിൻ്റെ മനസ്സുള്ളവനായി ജീവിച്ചു. മൃഗത്തിൻ്റെ മനസ്സ്, ബുദ്ധി കെട്ടുപോയി, മൃഗത്തിൻ്റെ മനസ്സായി എന്ന് പറഞ്ഞാൽ കുറേ കാലം ചിലർ പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയാൻ പാടില്ല, ഞാനൊരു മൃഗത്തെ പോലെയായി, മൂക്കറ്റം മദ്യപിച്ച് നടക്കുക മാത്രമേ എൻ്റെ സ്വഭാവമുള്ളൂ. വേറെ ചിലർ പറയുന്നുണ്ട്, തീറ്റ തന്നെ എൻ്റെ സ്വഭാവം, വേറെ ഒന്നും എനിക്ക് സന്തോഷം തോന്നുന്നില്ല, ഞാനൊരു മൃഗത്തെ പോലെ ആയി പോയല്ലോ. വേറെ ചിലർ പറയുന്നുണ്ട്, പ്രതികാരം മാത്രമാണ് എൻ്റെ ബുദ്ധിയിലുണ്ടായിരുന്നത്, ഞാനൊരു മുറിവേറ്റ മൃഗത്തെ പോലെയായി മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ ബുദ്ധിയിലേക്ക് നമ്മൾ വീഴും. മൃഗത്തിൻ്റെ ബുദ്ധിയായി പോയി. അങ്ങനെ മൃഗത്തിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തെ അംഗീകരിച്ചു. അവൻ ദൈവത്തിൻ്റെ പക്കലേക്ക് ഹൃദയം ഉയർത്തി, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി. ബുദ്ധി തിരിച്ചു കിട്ടി ഉടനെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അതുവരെ അവൻ ഭക്ഷണത്തിൽ സന്തോഷിച്ചിരുന്നു, അതുവരെ ലോകത്തിൽ സന്തോഷിച്ചിരുന്നു, ധനത്തിൽ സന്തോഷിച്ചിരുന്നു, ആരോഗ്യത്തിൽ സന്തോഷിച്ചിരുന്നു, ദൈവത്തെ അംഗീകരിക്കാൻ പറ്റാതൊരു മനസ്സായിരുന്നു. എന്നാൽ ബുദ്ധി തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്നവനായ അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്, അവിടുത്തെ രാജ്യം തലമുറകളായി നിലനിൽക്കുന്നു. അതായത് ബുദ്ധി തിരിച്ചു കിട്ടി. ആദ്യത്തെ ലക്ഷണമാണ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ അംഗീകരിക്കാൻ പറ്റി. അവൻ്റെ മൃഗത്തിൻ്റെ മനസ്സ് മാറി, അവന് ബുദ്ധി തിരിച്ചു കിട്ടി, അവൻ ദൈവത്തെ അംഗീകരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂവാസികളുടെ പാത നേരെയാകണമെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പാത നേരെയാകണമെങ്കിൽ നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ രാജാവായി ദൈവമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അതിനെക്കുറിച്ച് അനുതപിക്കണം. ഈ നെബൂഖദ്നേസറിന് അങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും അനുദപിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് അവന് ഒരുപാട് ജീവിത അനുഭവങ്ങൾ വന്ന് കാളയെപ്പോലെ പുല്ല് തിന്നാനും ആകാശത്തിന് മഞ്ഞുകൊണ്ട് നനയാനും മൃഗങ്ങളുടെ ഇടയിൽ അവഗണിക്കപ്പെടാനും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടാനും ഇടവന്ന കാര്യത്തെക്കുറിച്ച് വചനത്തിൽ വായിച്ചു കേട്ടു. ചിലപ്പോൾ ചില രോഗങ്ങൾ, ചില തകർച്ച, ബിസിനസ് പരാജയങ്ങൾ ഇതൊക്കെ വന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ബുദ്ധി തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ബുദ്ധി തിരിച്ചു കിട്ടി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ ഏറ്റുപറയാനുമുള്ള കൃപ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ നെബൂഖദ്നേസറിന് ആ കൃപ തിരിച്ചു കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നത് വളരെ വലിയ കാര്യങ്ങളിലൂടെ ദൈവം നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം നമ്മൾ തുടർന്ന് വായിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16 തൊട്ട് 19 വരെ വാക്യങ്ങൾ.
ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ള പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? എന്നിട്ട് തുടർന്ന് പറഞ്ഞ വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ഭൂവാസികളുടെ പാത നേരെയാക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ദൈവത്തിൻ്റെ ചൈതന്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിവിടുന്നത്. മൃഗത്തിൻ്റെ മനസ്സ് മാറി ബുദ്ധി തിരിച്ചു കിട്ടാൻ എളിമപ്പെടണം മക്കളെ, എളിമപ്പെടണം. എളിമപ്പെടുമ്പോൾ ദൈവം ജ്ഞാനം അയക്കും. എളിമയുള്ളവരിലേക്ക് ദൈവം ജ്ഞാനം അയക്കും, പരിശുദ്ധാത്മാവിനെ അയക്കും. ദൈവത്തിൻ്റെ ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കും. ദൈവത്തിൻ്റെ ജ്ഞാനം മക്കളുടെ വഴി നേരെയാക്കും. ദൈവത്തിൻ്റെ ജ്ഞാനം വിദ്യാർത്ഥികളുടെ പാത നിരപ്പുള്ളതാക്കി മാറ്റും. ദുർബുദ്ധി മാറ്റും, ദുർസ്വഭാവങ്ങൾ മാറ്റും, അലസത മാറ്റും, കഠിന സ്വഭാവങ്ങൾ മാറ്റും, അന്ധകാരം മാറ്റും, മൃഗത്തിൻ്റെ മനസ്സ് മാറ്റിക്കളയും. ദൈവത്തിൻ്റെ ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാൻ പോവുകയാണ്. ദൈവമേ, കഠിന രോഗത്തിൻ്റെ പിടിപ്പെടുന്നതിന് മുമ്പ്, മാരകമായ തകർച്ച ചെന്ന് വീഴുന്നതിന് മുമ്പ് ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തെ ഏറ്റുപറയാനും ദൈവത്തെ ആരാധിക്കാനും എൻ്റെ മനസ്സിനെ തിരിക്കണമേ. ധനലാഭത്തിലേക്കല്ല, ദൈവമേ അങ്ങയെ അംഗീകരിക്കാൻ, അങ്ങയെ ആരാധിക്കുന്നൊരു ഹൃദയം നൽകി അങ്ങയിലേക്ക് എൻ്റെ ഹൃദയം തിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിനോട് അടുത്ത് നമ്മളായിരിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം യഥാർത്ഥമാണ്. നമുക്കെല്ലാവർക്കും ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗങ്ങളുടെ ബുദ്ധിയുമായി മൃഗങ്ങളുടെ അവസ്ഥയിൽ ജീവിക്കുന്ന അനേക ആത്മീയ അവസ്ഥകളുണ്ട്. കർത്താവെ, ദൈവമേ, കോപത്തിൻ്റെ അവസ്ഥ, ജഡികാസക്തിയുടെയും പലതരത്തിലുള്ള ബന്ധനാവസ്ഥകളും തകർച്ചകളും ദുർസ്വഭാവങ്ങളും ദുർബാധകളും ദുർബോധങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് വേദനിക്കുന്ന ക്ലേശിക്കുന്ന ജനകോടികളുണ്ട്. കർത്താവെ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ജനകോടികൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ ഇപ്പോൾ പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബങ്ങളെയും ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും ആശീർവദിക്കുകയാണ്. ഈ സമയം കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. വലിയ ആഗ്രഹത്തോടെ